വ്യായാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് എല്ലാ ദിവസവും ഒരു തീരുമാനമെടുക്കുന്നത്. നാളെ എൻ്റെ ബോഡിയെ ഞാൻ ലെവലാക്കും, നാളെ മുതൽ ഞാൻ വർക്കൗട്ട് ചെയ്യും, ജിമ്മിൽ പോകും, അല്ലെങ്കിൽ സൂംബയ്ക്ക് പോകും, അതുമല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യും. എന്തിനാണ്? ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വഴി വെച്ച് കണ്ടു, അല്ലെങ്കിൽ മോളിൽ വെച്ച് കണ്ടു. അപ്പോൾ അവൾ എത്ര ഭംഗിയായിട്ടിരിക്കുന്നു, അവൾക്ക് എൻ്റെ ഏജാണ്. പക്ഷേ ഒന്നിച്ച് പഠിച്ചപ്പോൾ അവൾ നല്ല ബൾക്കി ആയിരുന്നു. പക്ഷെ ഇന്ന് അവളെ കാണാൻ എന്ത് രസമുണ്ട്, എത്ര പ്രായം കുറഞ്ഞു അവൾക്ക്. ഇതൊക്കെയല്ലേ നിങ്ങൾ ചിന്തിച്ച്. എന്നിട്ട് എന്താണ്, വീട്ടിൽ വന്നിരുന്നിട്ട് എനിക്ക് നാളെ മുതൽ വർക്കൗട്ട് തുടങ്ങണമെന്ന് നിങ്ങൾ പറയും. സത്യത്തിൽ നിങ്ങൾ വർക്കൗട്ട് തുടങ്ങണം. നിങ്ങൾ മടിച്ചുകളല്ലേ. മടി മാറ്റാനായിട്ട് ഒരു മോട്ടിവേഷൻ തരാം. നമ്മളൊരു ഒരു വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു എയിം നമ്മുടെ മനസ്സിലുണ്ടാവും. അതിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടണമെന്നൊരു ആഗ്രഹമുണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിനെ കാണുന്നു, അവളുടെ ജീവിത രീതി കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും എനിക്കും ഇങ്ങനെ ആയാൽ എന്താ. അങ്ങനെ നിങ്ങളൊരു 2-3 ദിവസം അതിനു വേണ്ടി പ്രയത്നിക്കും. വീണ്ടും നിങ്ങൾ ഡൗൺ ആകും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിയാണ്, നമ്മുടെ ഓർമ്മയിൽ നിന്ന് 2 ദിവസത്തേക്കാണ് അല്ലെങ്കിൽ 3 ദിവസത്തേക്കാണ് ഓർമ്മകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞതുപോലെ കാണുന്നു, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു കാര്യം കാണുന്നു. അപ്പം അവളെപ്പോലെ എനിക്കുമാകണം, അല്ലെങ്കിൽ അവൾ ചെയ്തതുപോലെ തന്നെ അവൾ മറ്റൊരു കാര്യം ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, അപ്പോൾ എനിക്കും ഈ ആഗ്രഹത്തിൽ പിടിച്ചു കയറിയാൽ എന്താണ് എന്ന ചിന്ത നിങ്ങളെ ഒന്നെങ്കിൽ ഒരാൾ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. വെറും ഏകദേശം 3 ദിവസം മാത്രമാണ് ഓർമ്മകൾ നമ്മളെ നിരന്തരം ശല്യം ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ടൂറ് പോയി, ഒരു ഉദാഹരണം പറയണം, ഒരു ടൂറ് പോയി. അപ്പോൾ ടൂറ് പോയിട്ട് നമ്മൾ ആ ഒരു ഓർമ്മകളുമായിട്ട് ഒരു 3, മാക്സിമം പോയാൽ എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും 3 ദിവസം ആ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അത് കഴിയുമ്പോൾ ആ ഓർമ്മകൾ പതുക്കെ പതുക്കെ നമ്മളെ വിട്ടുപോകും. അപ്പോഴെന്താണ്, നമ്മളെടുത്ത തീരുമാനങ്ങളും അതുപോലെയാണ്. 3 ദിവസത്തേക്ക് ആ ഓർമ്മകളുടെ പുറകെ ഇങ്ങനെ പോകും. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണം, അവളെപ്പോലെ എനിക്കും വയറൊക്കെ കുറച്ച് നല്ല സുന്ദരിയാക്കണം, അല്ലെങ്കിൽ നല്ല ഒരു ഇതാകണം എന്നൊക്കെ, ഒരാരോഗ്യത്തോടെ ഇരിക്കണം, അവൾക്ക് എന്ത് ചുറുചുറുക്കാണ് എന്നൊക്കെ ഓർത്തിട്ട് 3 ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഓർമ്മകൾ കുറച്ച് കുറച്ച് നമ്മുടെ തലയിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ നമ്മൾ വീണ്ടും പഴയപടിയാവും. എണീക്കാൻ മടിയാവും, കിടക്കും. എന്നിട്ട് പറയും നാളെ തുടങ്ങാം, ഇന്നെനിക്ക് കഴിയില്ല, ഭയങ്കര ക്ഷീണം. അങ്ങനെ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടക്കും. അതുപോലെ തന്നെയാണ് മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും അതിലേക്ക് വിജയിച്ച് പിടിച്ചു കയറണമെങ്കിൽ നമ്മൾ ശരിക്കും വർക്കൗട്ട് ചെയ്യണം. മനസ്സും ശരീരവും ഒരുപോലെ വർക്കൗട്ട് ചെയ്തെങ്കിലാണ് വ്യായാമം എന്നതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഏത് നേട്ടത്തിലെത്താനും ആ ഒരു വർക്കൗട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. 3 ദിവസം കൊണ്ട് മറക്കുന്ന ഓർമ്മകളായിരിക്കരുത്. വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി സ്ട്രക്ചർ കുറച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വയറ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ആരോഗ്യം കിട്ടുക എന്ന് മാത്രമല്ല, നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും നമ്മൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കും. നാളെ ഞാൻ ഇന്ന രീതിയിൽ എത്തിച്ചേരുമെന്ന്. ആ തീരുമാനങ്ങൾക്ക് ഒരു ശക്തി പകരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വ്യായാമത്തിലൂടെ നമുക്ക് സാധിക്കും. വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹം, നല്ല രീതിയിൽ ഊർജ്ജപ്രവാഹം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് നന്നായിട്ട് ബോൾഡാകും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാണോ ആ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പം വ്യായാമം വെറുതെ അല്ല, നമുക്ക് 2-3 ഗുണങ്ങളാണ്. ഒന്ന്, നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും, രോഗങ്ങളില്ല, നമ്മളുടെ അനാവശ്യമായിട്ട് മരുന്നുകൾക്ക് പൈസ ചിലവാക്കേണ്ടി വരില്ല. പിന്നെ അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ, 2-3 ഗുണങ്ങളല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെന്താ കിട്ടുന്നത്, നമുക്കിതുപോലുള്ള തീരുമാനം എടുക്കാനായിട്ട് ഊർജ്ജമായൊരു മനസ്സ് നമ്മളിലേക്ക് ഉണ്ടായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യായാമം ശീലമാക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, ഞാൻ പറയുന്നു, ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ദിവസങ്ങൾ പ്രയത്നിച്ചാൽ മാത്രമാണ് ഏതൊരു ഉയർച്ചയുടെയും പിന്നിൽ നമുക്ക് അവിടെ ചെന്ന് തലപ്പത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലെ 3 ദിവസത്തെ ഓർമ്മകളല്ല, ദിവസവും എന്ത് കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചത് ആ ചിന്തകളെ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ് എന്നോർത്ത് പറയാൻ നമുക്ക്
ഒരു ആർജവം ഉണ്ടാവും, മനസ്സിനൊരു ധൈര്യമുണ്ടാവും. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്കെപ്പോഴും നല്ല ആരോഗ്യമുണ്ടാകണമെങ്കിൽ വ്യായാമം അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ട് ഒന്നും നേടാൻ ആർക്കും സാധിക്കില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ കുറേ വർക്കൗട്ട് ചെയ്ത് നോക്കി, ഒരാഴ്ച ഞാൻ ചെയ്തിട്ടും എനിക്ക് ഫലമൊന്നും കണ്ടില്ല, എൻ്റെ വണ്ണം കുറഞ്ഞില്ല, വയറ് കുറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം വയറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അധികമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടായിരിക്കാം. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മളത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് നമുക്കതിന് ചേഞ്ചസ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ചിലപ്പോൾ 3-4 മാസം എഫർട്ട് എടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി എപ്പോഴും ഓർത്തുകൊണ്ട് ഓരോ ഓർമ്മകളെയും ദിവസവും താലോലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഒന്നേ പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും നാളെ വലിയൊരു നേട്ടമുണ്ടാകും. പിന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ അപ്പുറവും നിന്നിട്ട് ഇത് നിനക്കൊണ്ട് പറ്റില്ല, നിനക്കത് സാധിക്കില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനെ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ ഒപ്പം നിൽക്കുക. പക്ഷെ മൈൻഡ് നിങ്ങൾ എന്താണോ തീരുമാനിച്ച് ആ തീരുമാനത്തെ മനസ്സിൽ ഉറച്ചു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെയാകുമ്പോൾ വ്യായാമം മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും ഈ വ്യായാമത്തിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാം. കാരണം എന്ന് പറയുന്നത്, മനസ്സിന് വ്യായാമം ചെയ്യുമ്പോൾ മനസ്സിന് നല്ല ആരോഗ്യം കിട്ടുകയാണ്, നല്ലൊരു ആത്മവിശ്വാസം കിട്ടുകയാണ്. എവിടെയും നമുക്ക് ചെന്ന് നിൽക്കാം എന്നുള്ളൊരു മനസ്സ്, നമ്മുടെ ശരീരത്ത് ഊർജ്ജ പ്രവാഹമുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും വ്യായാമം ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.